Hello guys, welcome back to our channel. This is Sanjay from the Twins channel. So കത്തനാർ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. വി ആർ ഓൾ എക്സൈറ്റഡ് ഫോർ ദാറ്റ്. മൂവിയുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഗംഭീരമാണ്. സോ അധികം സംസാര സമയങ്ങളൊന്നുമില്ല, പെട്ടെന്ന് ട്രെയിലർ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. വിജ്ഞാനത്തിന്റെ രൂപവും ഉറവിടവും റൂപവും കാന്തല്ലൂർ ശാലയിൽ അത് വരവേൽക്കപ്പെടും. അമ്പോ ഇന്ദ്രജാലത്തെ നമ്പരുതല്ല. അവബോധത്തിന്റെ രഹസ്യ മാർഗങ്ങളിൽ വരെ അവർ ഗവേഷണം ചെയ്യുന്നുണ്ട്. யாரோட நினைவுக்கும் எட்டாத തമിഴുണ്ട്. வசந்து பார்க்க போற மாதிரி ஒரு மாயாஜாலம். ഡിസ്നി മൂവിയുടെ ഒക്കെ ഒരു വൈബ്. நம்ம ஆன்மாவோட கலந்து நம்ம நினைவுகளோடு சங்கமிக்க போகிற ஒரு நிகழ்வு. ഓക്കെ, ചേര രാജശ്രീക്ക് കുഞ്ഞമ്മനിൽ നിന്ന് വാഴ്ത്തക്കൾ. ഓക്കെ, കണ്ടതും കേട്ടതും ഒന്നുമല്ല എടേ വരാനിരിക്കുന്നത്. വിഷ്വൽസ് ഒരു രക്ഷയില്ല. ആപത്ത് കാലത്ത് വരുന്ന അതിമനുഷ്യൻ അഗ്നിയാണ്. കൈപിടിച്ചാൽ കരുതലും കൈവിട്ടാൽ കുട്ടിനാശവും വരും. അതാരത്? ഒരു മനിത ഉടമ്പിൽ കൊള്ളുന്നതിലും അധികം ശക്തി നിങ്ങൾ കട്ടുപ്പെടുത്തിയിരിക്കുന്നു. ഇതാരത്? വിനീതാ? നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുക. വേണാട് ആപത്തിലാണ്. ഓ, അനുഷ്ക, നൈസ്. പ്രഭുദേവ, വലിയ കാസ്റ്റ് ഒക്കെ ആണല്ലോ. അതായിരുന്നു മനസ്സിലായില്ല. ഇത് മറ്റേ വിനീതാണ്. ഓക്കെ, കുട്ടിച്ചാത്തനാണ്. மாயம் அண்டமே மாயம். എടേ ജയസൂര്യ, എന്റെ പൊന്നെ, ഇവിടെ വിഷ്വൽസ് കത്തനാർ, അനുഷ്ക, ഇങ്ങനെയുള്ള മൂവീസിലൊക്കെ പുള്ളിക്കാരിക്ക് തന്നെയാണ് സ്കോപ്പ്. അപ്പൊ ഗൈസ്, കത്തനാർ വിഷ്വൽസ് എന്തോന്ന് ഇപ്പൊ ഇറങ്ങുന്ന മൂവീസിന്റെ അല്ലേ, ഇപ്പൊ എയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടായിരിക്കും, പക്ഷെ മൂവീസിനൊക്കെ ഗംഭീര വിഷ്വൽസ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മുടെ ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ ആട് 3യുടെ അതിനകത്ത് വിഷ്വൽസ് കിട്ടില്ല. നേരത്തെയൊക്കെ ഇവർ ഈ സെറ്റൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും. ഈ പഴയ മൂവീസിലൊക്കെ, ഈ പഴശ്ശിരാജയിലൊക്കെ അവർ ഇതുപോലെ സെറ്റ് ചെയ്ത് ആർട്ട് അവർ ചെയ്തു വെക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇപ്പൊ എല്ലാം CGI എല്ലാം പക്ക വിഷ്വൽസ്, ഒരു രക്ഷയില്ല. ഇത് എത്ര ബഡ്ജറ്റ് മൂവി ഇത്? കാരണം പ്രഭുദേവയുണ്ട്, അനുഷ്ക ഷെട്ടിയുണ്ട്, പിന്നെ എന്താണ്, അങ്ങനെ ഒരു വലിയൊരു ക്രൂവിനെയാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ദ കോൺസെപ്റ്റ് ഈസ് റിയലി ഗുഡ്. കത്തനാർ എന്ന പേര് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ആ ഒരു കത്തനാർ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നോക്കിയത്. പക്ഷെ കത്തനാർ തന്നെയല്ലേ? ഓക്കെ, കത്തനാർ തന്നെയാണ്. സോ ആ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊന്നും ഇതിനകത്ത് വന്നില്ല. നമുക്ക് നോർമലി അറിയാവുന്ന കത്തനാറും കാര്യങ്ങളൊന്നും ഇതിനകത്ത് വന്നില്ല. അത് അങ്ങോട്ട് ആ ഒരു ഫ്രെയിം കാണിച്ചില്ല. അങ്ങനെ അതാണോ ഉദ്ദേശിക്കുന്നത്, ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നും എനിക്ക് മനസ്സിലായില്ല. ഗോസ്റ്റ് അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല, വേറെ എന്തൊക്കെയോ പരിപാടിയെല്ലാം കാണിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച ഒരു ഹൊറർ ബേസ്ഡ് പരിപാടി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എനിവേസ്, ട്രെയിലർ ഒരു രക്ഷയില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും പിന്നെ വിഷ്വലി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ എം ഈഗർലി വെയിറ്റിംഗ്. ലൈക്ക് ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ മലയാള സിനിമയുടെ ആ സ്കെയിൽ ഇങ്ങനെ മാറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ പാൻ ഇന്ത്യൻ മൂവി ആണല്ലോ, ഒബ്വിയസ്ലി പാൻ ഇന്ത്യൻ സ്റ്റാർസും എല്ലാവരും ഉണ്ട്. പാർട്ട് 1 ആണ് കത്തനാർ. ഇപ്പം എല്ലാം ഈ സീക്വൽ ആയിട്ടാണല്ലോ ഇറക്കുന്നത്. സോ പാർട്ട് 1 മലയാളം മൂവിയുടെ സ്കെയിൽ തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് വിഷ്വലി അമേസിങ്. കിട്ടിലും വിഷ്വൽസ് ആണ്. ആൻഡ് ഐ എം റിയലി ഗോയിങ് ടു വാച്ച് ദിസ് മൂവി. ഞാനിത് ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ കാണും.
സോ വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. നമ്മുടെ വിഷ്വലി അടിപൊളി. പിന്നെ അനുഷ്ക ഷെട്ടി ഇപ്പോഴും അന്ന് ഇരുന്ന പോലെ തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട്. എങ്ങനെയാണെന്ന് അവർ മാറാതിരിക്കുന്നത്. സോ എനിവേയ്സ് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം പിന്നെ അടുത്ത വീഡിയോസിലും കാര്യത്തിലുമായിട്ടെല്ലാം പറയാം. ഇതിലിപ്പോൾ കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനില്ല. സോ എനിവേയ്സ് ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ.